നമസ്കാരം. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് അതിക്രൂരമായ ഒരു കൊലപാതകം സംഭവിച്ചിരിക്കുകയാണ്. മദ്യലഹരിയിൽ മകനും പിതാവും തമ്മിലുണ്ടായ ഒരു കയ്യാങ്കളി വഴക്ക് അത് മകന്റെ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു. പിതാവാണ് കൊലപാതകം ചെയ്തത്. ഇപ്പോൾ വളരെ വിഷമത്തോടെയാണ് ആ വീട്ടുകാരായിരിക്കുന്നത്. ഇപ്പോൾ സംഭവത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ചേരുന്നുണ്ട്. ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത്? ശരിക്കും തിരുവോണ ചതയത്തിൻ്റെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. നാട്ടുകാർ ഈ സംഭവം അറിയുന്നത്. പിതാവ് തന്നെ വന്ന് ചില സുഹൃത്തുക്കളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മകൻ ഇങ്ങനെ വീണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ചില ആൾക്കാരും ഈ പോയി പറഞ്ഞ കക്ഷിയും കൂടെ ചേർന്ന് ഇവിടെ വന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മകൻ മരിച്ച്, അവൻ്റെ പേര് ഉല്ലാസ് എന്നാണ്, മരിച്ചു കിടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോത്തങ്കോട് പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നു. പോലീസ് ഇന്നലെ വൈകുന്നേരം പുള്ളി കുറ്റം സമ്മതിച്ചതായി അറിയിച്ചു. അതിനവിടെ വന്ന് തുണ്ടി സാധനം, കുത്തിയ കത്തി എടുത്ത് മൊഴിയെടുത്ത് ഇന്നും വന്ന് പുള്ളിയെ പ്രതിയായിട്ടും എൻ്റെ അച്ഛനെ, ഉല്ലാസിൻ്റെ അച്ഛനെ ഉണ്ണികൃഷ്ണൻ നായരെ കൊണ്ടുവന്ന് മൊഴിയെടുത്തിട്ടൊക്കെ പോയി. ഇനി അല്പസമയത്തിനകം ബോഡി എത്തും, പിന്നെ സംസ്കാരം കഴിയും, പിന്നെ നിയമ നടപടികൾ എങ്ങനെയാണോ അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോ പിതാവ് പറയുന്നു മകൻ ഇങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കാണുന്നു എന്ന് പറയുന്നു. അപ്പൊ പിതാവാണ് പ്രതി എന്നതിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? അത് ഈ തിരുവോണ നാളിൽ ഇവിടെ ഉച്ചാടത്തിന് ചെറിയ വഴക്കുകളുണ്ടായി കുടുംബത്തിൽ. ഈ ഉല്ലാസം വിവാഹിതരാണ്, രണ്ട് കുഞ്ഞു കുട്ടികളുണ്ട്. ഈ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയും അവിടെ ഉണ്ട്. ഇവരെല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഉത്രാടത്തിന് എന്തോ വിരുദ്ധങ്ങളിൽ ഇവിടെ വഴക്കുകളൊക്കെ നടന്നു. നമ്മളിത് പുറത്തുനിന്ന് അവിടെ നിന്ന് അറിഞ്ഞതാണ്. എന്താ വഴക്കായി തിരുവോണ നാളിൽ ഈ ഉല്ലാസിന്റെ ഭാര്യ കുഞ്ഞുങ്ങളെയുമായി അവരുടെ വീട്ടിലേക്ക് പോയി. അവരെ വീടെന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരാണ്. അതിനുശേഷം ഉല്ലാസ് ഉണർന്ന് പെട്ടെന്ന് തിരുവോണത്തിന് ഉടക്കുമഴിച്ചൊക്കെ വരുമ്പോൾ ഭാര്യ സ്ഥലത്തില്ല. അയാൾ പുറത്ത് പോയി. വീണ്ടും ഇവിടെ എന്തോ വഴക്കുകൾ നടന്നു അച്ഛനും മകനുമായിട്ട്. അപ്പോഴമ്മയും എൻ്റെ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയും അവിടെ നിന്ന് മാറി. അതിനുശേഷം ഇവിടെ എന്ത് നടന്നു എന്നുള്ള ഒരു ദൃക്സാക്ഷിയില്ല, ആരും ഒരു രണ്ടുപേരേ ഉള്ളു, അച്ഛനും മകനും മാത്രമേ ഉള്ളൂ. പിന്നെയാണ് നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ ചതയദിനത്തിൻ്റെ അന്ന് ഈ വിവരം അറിയുന്നത്. അപ്പോൾ മറ്റൊരു മൂന്നാം കക്ഷി അവിടെ വരാനുള്ള ചാൻസ് ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവിൽ നാട്ടുകാർക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണനായിരിക്കണം ഇതിൻ്റെ. പിന്നെ ഇതിൽ വേറൊരു വ്യത്യാസമായ കേസെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോലീസും പറയുന്നത് അങ്ങനെയാണ്, ഈ കൊലപ്പെടുത്തുക എന്നുള്ള നിലയ്ക്കല്ല ഈ ഇവിടെ ചെയ്തിരിക്കുന്നത്. കൈയുടെ ഈ തോൾ ഭാഗത്താണ് കുത്തേറ്റിരിക്കുന്നത്. 1.5 ദിവസത്തോളം അവിടെ കിടന്ന് ബ്ലഡ് വാർന്നു പോയി മരണപ്പെട്ടാതെ ആവാനാണ് സാധ്യത എന്നുള്ളതാണ് ഒരു നിഗമനം നാട്ടുകാരുടെയും. ഈ ആഴം ഒക്കെ പരിശോധിക്കുമ്പോൾ കണ്ട പോലീസിന്റെയും ഒരു നിഗമനം അതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ നായരായിരിക്കണം എന്ന് പറയുന്നത്. അല്ല, വ്യക്തമായി നമുക്കും അറിയില്ല. അത് പോലീസിന് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് എൻ്റെ കേസ് അന്വേഷിച്ച് എൻ്റെ ആരാണ് എന്താണെന്നുള്ള പോലീസ് തെളിയിക്കേണ്ട കാര്യങ്ങൾ. ഇതാണ് നാട്ടുകാരുടെ ഒരു വിശ്വാസം. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ ആയിരിക്കണം ഇതിന്റെ പിന്നിലെന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു നിഗമനം. അപ്പൊ ഈ ആൾക്കാരെത്തുന്നു, ബോഡി കണ്ടെത്തുന്നു, അപ്പോഴൊക്കെ ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഉണ്ണികൃഷ്ണൻ കൂടെ ഉണ്ട്. അപ്പൊ ഉല്ലാസ് എന്ത് ചെയ്യായിരുന്നു? എത്ര വയസ്സുണ്ടായിരുന്നു? ഉല്ലാസിന് 35 വയസ്സാണ്. അയാള് ടിപ്പർ ഡ്രൈവറാണ്, ലോറി ഡ്രൈവറാണ്. നാട്ടിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കുന്നവരെല്ലാവരും രണ്ടുപേരും. മദ്യപിക്കുമ്പോൾ കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം ഉണ്ടാകുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സംഭവിക്കാൻ സാധ്യത. രണ്ടുപേരും മദ്യപിക്കും. ഉല്ലാസിന്റെ ഭാര്യ, മക്കള് എത്ര വയസ്സ്? മൂത്ത കുഞ്ഞിന് സ്കൂളിൽ 1ാം സ്റ്റാൻഡേർഡിലും കണ്ട പഠിക്കുകയാണ്. മറ്റേത് അടുത്ത ഇളയ കുട്ടിയുടെ പ്രായം ശരിക്കും എനിക്കറിയില്ല. നടക്കുന്ന കുട്ടി തന്നെയാണ്. അപ്പോ ഈ പറക്കമുറ്റാത്ത കുട്ടികളെല്ലാം അവർ അനാഥരാകുന്ന സാഹചര്യം തീർച്ചയായിട്ടും അത് സഹിക്കാനാക്കാത്ത ഒരു അവസ്ഥയാണ്. കാര്യം ഈ കുട്ടികളെ വളർത്തുന്ന കാര്യം അച്ഛൻ നഷ്ടപ്പെട്ടു. പിന്നെ ആ കുടുംബത്തിൽ അധ്വാനിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണനാണ്. ഇതൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതും ഇപ്പൊ നഷ്ടമായി. ആ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിന്റെയും കാര്യം വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറുകയാണ് ഈ വിഷയം. അത് ആർക്കും മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുമ്പോൾ അയാൾ അത് ചെയ്തല്ലോ എന്നുള്ള. പക്ഷെ ഈ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ അത് വലിയ പരമ കഷ്ടമായി മാറും എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാര്യം വേറെ കുടുംബത്തിൽ വലിയ ആസ്തിയൊന്നുമുള്ള കുടുംബമല്ല.
പിന്നെ സ്വന്തം നിലയ്ക്ക് പണിയൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നവരാണ്. ഈ അച്ഛൻ നേരത്തെയും പ്രശ്നക്കാരനായിരുന്നോ? പിതാവ് കൊലപാതകം ഈ മരണപ്പെട്ട ഉല്ലാസിന്റെ അച്ഛൻ ഉം. മദ്യപിച്ചാൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് ഉം. എന്നുള്ളതല്ല, വേറെ പൊതുവിൽ വലിയ വിഷയക്കാരനുമല്ല, കുടുംബത്തിൽ വിഷയക്കാരനാണ്. ഈ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്ന മദ്യപിച്ച് വന്നാൽ അവർക്കൊരു സ്വയം കൊടുക്കാത്ത ഇത് കണക്കുള്ള അവസ്ഥ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. എന്ത് ജോലിയായിരുന്നു? പുള്ളി എല്ലാ പണിക്കും പോവും. പിന്നെ ഈ ഞായറാഴ്ച തോറും ഇറച്ചി വെട്ടുന്ന തൊഴിലും കൂടെ ചെയ്യുന്ന കക്ഷിയാണ്. മറ്റ് എല്ലാ പണിക്കും അപ്പോഴൊക്കെ വളരെ ക്ലിയറുമാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അല്ലാതെ മാറും. ഒരു മെന്റലി പോലെ വരും. അതെ, അദ്ദേഹത്തിന് നേരത്തെ കൊണ്ട് ഞാൻ ഇവിടെ അടുത്ത താമസക്കാരനാകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇവര് പല ചികിത്സയും ചെയ്തിട്ടുമുണ്ട്. അതിലൊന്നും ഗുണമുണ്ടായില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ കുടുംബത്തിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടായി മാറും. കാര്യം സാമ്പത്തികമായിട്ട് ഈ കുട്ടികളെ വളർത്തണം. അമ്മ ഒരു ചെറുപ്പക്കാരി ആണ്. എല്ലാം മറ്റേ അവര് ഇവിടെ ഈ നമ്മളെ ജില്ലക്കാരിയല്ല. അങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതെന്തെങ്കിലുമൊക്കെ ചില സഹായം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ. പിന്നെ പഞ്ചായത്ത് അധികൃതരൊക്കെ വന്നിരുന്നോ? പഞ്ചായത്ത് കൗൺസിലർ ഉണ്ടായിരുന്നു, മറ്റ് സംവിധാനങ്ങളൊന്നും വന്നിട്ടില്ല. കൗൺസിലർ ഉണ്ടായിരുന്നു, പിന്നെ പൊതുപ്രവർത്തകർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഓണത്തിന്റെ ഒരു ആഘോഷവേളയിലായിരുന്നു എല്ലാവരും. അപ്പോഴാണ് ഈ ഗ്രാമത്തെ ഒന്നടങ്കം നടുക്കി ഒരു വാർത്ത. തീർച്ചയായിട്ടും ഓണത്തിൽ എല്ലാവരും സന്തോഷത്തിലിരിക്കുന്ന ആ അവസരത്തിലാണ് അവസാന ഘട്ടം ചതയദിനത്തിനാണ് നമ്മൾ ഇത് പുറത്തറിയുന്നത്. പക്ഷെ സംഭവം ഉത്രാടം തിരുവോണം ഔട്ടത്തിൽ ഇത് സംഭവിച്ചിരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഔട്ട നാളിലായിരിക്കണം ഇത് ഉണ്ടായിട്ടുള്ളത്. ഈ തിരുവോണം ഉച്ചയോടുകൂടി ഇവർ രണ്ടുപേരായി ഇവിടെ മാറുന്നു. ഈ ഉല്ലാസിന്റെ ഭാര്യയും ഇപ്പം പോകുന്നു, ഉണ്ണികൃഷ്ണന്റെ ഭാര്യയും അന്നത്തെ ഉല്ലാസിന്റെ അമ്മയും ഈ വീട്ടിൽ നിന്ന് മാറുകയാണ്. അത് കാരണം നമ്മൾ തിരക്കുമ്പോൾ ഇവരുടെ ഈ ബഹളം കാരണമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. അങ്ങനെയാണ് വസ്തുത, അങ്ങനെയാണ്. അപ്പോ മൃതദേഹം സാറ് കണ്ടിരുന്നു? മൃതദേഹം ഞാനും ഒന്ന് കാണുന്നതിൽ ഒരാൾ ഞാനുമാണ്. ഈ ചതയത്തിന് ഉണ്ണികൃഷ്ണന്റെ ഈ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം വരുന്ന ഒരാൾ ഞാനുമാണ്. കിടക്കുന്നത് മലർന്ന് ആണ് കിടക്കുന്നത്. മുഖമൊക്കെ നല്ല നീരടിച്ച് ബ്ലഡൊക്കെ നല്ല കട്ടി പിടിച്ച് നല്ല കറുത്ത കളറായി മാറി. അപ്പം ഒരു 1.5 ദിവസമെങ്കിലും പഴക്കം വരത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം നടക്കണം. അല്ലെങ്കിൽ ബ്ലഡ് ഇത്ര കട്ടി പിടിക്കുകയോ കളർ മാറുന്ന ഒരു രീതി ഉണ്ടാവില്ലല്ലോ. അപ്പോ ഒരു ദിവസം എന്തായാലും 24 മണിക്കൂർ എന്തായാലും ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സംഭവം കഴിഞ്ഞിട്ട് പബ്ലിക് അറിയുമ്പോൾ ഒരു 24 മണിക്കൂറിൻ്റെയെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഉണ്ണികൃഷ്ണന് ഇതിൽ ബന്ധമുണ്ടെങ്കിൽ ആരെങ്കിലും അറിയിച്ചെങ്കിൽ ഒരു പക്ഷേ രക്ഷിക്കാവുന്ന കാര്യം. ഈ മാരകമായ മുറിവല്ല, ഈ സമയമെടുത്ത് ബ്ലഡ് വാർന്നു പോയതാണ് മരണകാരണം എന്നാണ് ഞാൻ പോസ്റ്റ്മോർട്ടം ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ ബ്ലഡ് വാർന്നു പോകുമ്പോഴാണല്ലോ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇത് അന്ന് കൊല ചെയ്യപ്പെടാൻ കാരണമായ ഒരു മുറിവല്ല അദ്ദേഹത്തിന്റെ ഈ തോൾ ഭാഗത്തായിരുന്നു, കുത്തായിരുന്നു. ഒരു കുത്ത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. അത് ഉണ്ണികൃഷ്ണൻ വിചാരിച്ചാലേ നടക്കുള്ളായിരുന്നു. രക്ഷിക്കാനും അദ്ദേഹത്തിന് അവിടെ സാഹചര്യമുള്ള കാര്യം. അവിടെ മറ്റാരും ഇല്ലല്ലോ, മൂന്നാമതൊരു കക്ഷി അവിടെ ഇല്ലല്ലോ, ഭാര്യയില്ല, ഒന്നും ചെയ്തിട്ടില്ല. അമ്മ മറ്റൊരു വീട്ടിലേക്ക് അവരുടെ ബഹളം കാരണം മാറി എന്നുള്ളതാണ്. അങ്ങനെയാണ് മുമ്പും ചില വിഷയങ്ങൾ വരുമ്പോൾ അമ്മ ഇങ്ങനെ മാറും. അമ്മ നിൽക്കുമ്പോൾ അവർക്ക് കൂടുതൽ വീര്യം ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്, കൂടുതൽ അവർ വയലന്റ് ആവുമെന്നാണ്. എന്നിട്ട് അവർ സ്വയം അങ്ങ് മാറി അങ്ങ് പോകും. അതിനെക്കുറിച്ച് അറിയില്ല, ആരെങ്കിലും വേണ്ട. ഇത് ആരും പുറത്ത് പബ്ലിക് ഇത് അറിയുന്നില്ലല്ലോ. പിന്നെ ബന്ധുക്കളായ ഇവർ രണ്ടുപേരും അറിയാവുന്നത് ഭാര്യയും അമ്മയാണല്ലോ ഇവിടുത്തെ അവസ്ഥ അറിയാന്നുണ്ട്. അവരിനി അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോ ശരിക്കും മദ്യപാനം അത് വലിയൊരു മദ്യപാനത്തിന്റെ ഒരു വിഷയം തന്നെയാണ്. അത് പറയാതിരിക്കാനൊക്കില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മദ്യപാനം പോലുള്ള ഈ സാധാരണ കുടുംബങ്ങളിലുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുക അവസ്ഥ. അവര് ശരിക്കും രണ്ടുപേരും ഇടയിൽ കിടന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അപ്പോ വലിയൊരു സാമൂഹ്യ വിപത്തായിട്ട് മദ്യപാനം മാറിക്കൊണ്ടിരിക്കുക. ഒത്തിരി ജീവിതങ്ങൾ ഇതിപ്പോൾ ന്യൂസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പം നമ്മുടെ കൺമുന്നിലും നമുക്ക് നേരിട്ടും അത് അനുഭവപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്.
ഇനി എങ്ങനെയാണ് നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇനി നമ്മളെ നിലവിലുള്ള നിയമാനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലൂടെ അല്ലേ പോകാനൊക്കുള്ളൂ. അല്ല നമുക്ക് നമ്മുടെ താല്പര്യം അനുസരിച്ചുള്ള ഒരു നടപടിക്രമം വരാൻ നോക്കൂലല്ലോ. നമുക്ക് മുൻവിധിയോടുകൂടി ഒന്നും പറയാൻ നോക്കൂലല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും വന്നില്ല, ബോഡി ഇനി വന്നില്ലല്ലോ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇവിടെ എത്തിയില്ലല്ലോ. അങ്ങനെ ആണ്. ഇനിയിപ്പോ ഉടനെ എത്തും എന്നുള്ളതാണ് അറിവ്. സംസ്കാരം ഇവിടെ തന്നെ. സംസ്കാരം വീട്ടിൽ തന്നെയാണ്. അപ്പോ ഈ പിതാവുമായിട്ട് തെളിവെടുപ്പ് കഴിഞ്ഞു. തെളിവെടുപ്പ് കഴിഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ എടുത്തു. അതിന്റെ ഭാഗമല്ലേ പോസ്റ്റ്മോർട്ടത്തിലേക്ക് തന്നെ പോയത്. അപ്പോ അദ്ദേഹം കുറ്റം ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ചെയ്തത് അദ്ദേഹമാണെന്നാണ് പറയുന്നത്. ഇന്ന് ഇവിടെ വന്നപ്പോഴും അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അത് ചെയ്ത ആ കത്തിയും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. കത്തി വീട്ടിൽ നിന്നുള്ളിൽ നിന്ന് പുള്ളി ഇന്നലെയും കൊണ്ടുവന്ന് കത്തി എടുത്ത് കൊടുത്തു. ഈ റൂമിന്റെ റാക്കിന്റെ മുകളിൽ വെച്ചിരുന്നു. അത് എടുത്തു കൊടുത്തു. ഇനി ഇന്നും അവർ ആയുധമായിട്ട് വീണ്ടും വന്നു തെളിവെടുപ്പൊക്കെ നടത്തിയിട്ടാണ് പോയിരിക്കുന്നത്.